ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വിശ്വാസികളുടെ മനസ്സിൽ വലിയ ചോദ്യങ്ങൾ ഉയരുന്ന കാലമാണ്. മലപ്പുറത്ത് നിന്ന് വരുന്ന വാർത്ത നോക്കൂ. മലപ്പുറം തൃപ്രങ്ങോട് ദേവസ്വത്തിലെ സ്വർണ്ണത്തിൽ കുറവെന്ന വെരിഫിക്കേഷൻ റിപ്പോർട്ട്. അതായത് ഒന്നോ രണ്ടോ അല്ല, 45 പവൻ സ്വർണം കാണാനില്ല എന്നാണ് റിപ്പോർട്ട്. മലബാർ ദേവസ്വം ബോർഡിലെ സാമൂതിരി ദേവസ്വത്തിന് കീഴിലെ ക്ഷേത്രമാണ് ഇത്. ഇംതിയാസ് കരീം വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ റിപ്പോർട്ട് നടത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ എന്തായിരുന്നു? ഡൗട്ട് ഉണ്ടായിരുന്നോ സ്വർണം കാണാനില്ല എന്ന? ആര്യ, തീർച്ചയായിട്ടും അത്തരത്തിൽ സ്വർണം പോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിലെ സാമൂതിരി ദേവസ്വത്തിന് കീഴിലുള്ള തൃപ്രങ്ങോട് ശിവക്ഷേത്രമാണിത്, മലപ്പുറത്തെ. അവിടെ ഈ 3 വർഷം കൂടുമ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിൽ വെരിഫിക്കേഷൻ നടക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ നിരന്തരമായിട്ട് നടക്കാറില്ല. 2015 വെരിഫിക്കേഷൻ നടത്തിയതിനു ശേഷം ഇപ്പോൾ 2023 അവിടെ ഈ തൃപ്രങ്ങോട് ക്ഷേത്രത്തിൽ ഒരു വെരിഫിക്കേഷൻ നടന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ പറയുന്നത് 2015 വെരിഫിക്കേഷൻ ചെയ്ത സ്വർണത്തിന്റെ അളവും 2023 വെരിഫിക്കേഷൻ നടത്തിയപ്പോഴുള്ള അളവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് സ്വർണം കുറവുണ്ട് എന്നാണ് പറയുന്നത്. 361 ഗ്രാം സ്വർണം എന്നാണ് രേഖപ്പെടുത്തിയത്. അതായത് 45 പവൻ വരും. ഇന്നത്തെ വില അനുസരിച്ച് 58 ലക്ഷം രൂപയിലധികം ഈ സ്വർണത്തിന് വില വരുമെന്നുള്ളതാണ്. അതായത് സാധാരണഗതിയിൽ ഈ വഴിപാടായി കാണിക്കയായിട്ട് ലഭിക്കുന്ന സ്വർണം അത് ഇൻവെന്ററി രജിസ്റ്ററിൽ അതിന്റെ തൂക്കം, അതിന്റെ ഏകദേശ വില എന്നിവയൊക്കെ രേഖപ്പെടുത്തി പോകേണ്ടതാണ്. എന്നാൽ ഈ ക്ഷേത്രത്തിൽ ഇൻവെന്ററി രജിസ്ട്രേഷൻ പുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ രേഖപ്പെടുത്തിയിരുന്നില്ല. ഒരു സ്വർണത്തിന്റെ കണക്ക് പോലും അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നൊരു ഓഡിറ്റ് റിപ്പോർട്ട് കൂടെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. എന്നാൽ ആരായിരിക്കും ഈ സ്വർണം കൊണ്ടുപോയതെന്ന കാര്യം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അത് മലബാർ ദേവസ്വം ബോർഡിന്റെ ചുമതലയാണ്. ആരെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന് ചോദിച്ചാൽ അതിനൊരു കൃത്യമായ ഉത്തരം പറയാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു കാര്യവും ഇതിന്റെ മുൻപിലുണ്ട്. സാധാരണഗതിയിൽ കസ്റ്റോഡിയനായിട്ട് വരേണ്ടത് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. എത്ര വഴിപാടായി എത്ര സ്വർണം ലഭിച്ചുവോ ആ സ്വർണത്തിന്റെ ഏകദേശ വില തിട്ടപ്പെടുത്തുക, അതുപോലെ തന്നെ എത്ര തൂക്കമുണ്ട് ഇത് രേഖപ്പെടുത്തി അതിന്റെ കൃത്യമായ അളവ് അത് കസ്റ്റോഡിയൻ അങ്ങനെ തന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ സൂക്ഷിച്ചു വരേണ്ടതാണ്. അങ്ങനെയൊന്നും രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് ഇത് കണ്ടെത്തുകയും അത് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കാനും പറഞ്ഞിരുന്നു. എന്നാൽ അതിന് കൊടുത്തിരിക്കുന്ന മറുപടി ഇങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഇനി അങ്ങോട്ട് കൃത്യമായി ഇൻവെന്ററി രജിസ്ട്രേഷൻ ഫോമിൽ ഇത് കൃത്യമായി രേഖപ്പെടുത്തുകയും ഇനി അങ്ങോട്ട് തൂക്കം ഏകദേശം ശബരിമല സ്വർണ്ണക്കൊള്ള നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മലപ്പുറം തൃപ്പങ്ങോട്ടെ വാർത്ത കൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്.